ഇന്ത്യ കര വ്യോമ മേഖലകളിലെല്ലാം ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അറിയുന്നു സമുദ്ര മേഖലയിലും ഇന്ത്യ അതിൻ്റേതായ ഒരു എന്താ പറയുക അതിൽ കൂടി ആധിപത്യം ഉറപ്പിക്കുകയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നു. നമുക്കറിയാം ഡിസ്ട്രോയറുകൾ വരുന്നു, നമ്മൾ സ്വന്തമായിട്ട് ഇത്തരത്തിലുള്ള അന്തർവാഹിനികളൊക്കെ നിർമ്മിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അതിനിടയിലാണ് ഈ സമുദ്ര മേഖലയെ കൂടി കീഴടക്കാനുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത് എത്രത്തോളം ശക്തമായതാണ്? ഇക്കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലുണ്ടായിരുന്നു സമ്പൂർണ്ണമായ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു ഡിഫൻസ് സിസ്റ്റം, ഒരു പ്രതിരോധ സംവിധാനം ഇന്ത്യ ഒരുക്കുന്നു. സുദർശന ചക്രയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ സുദർശന ചക്രയുടെ ഒരു ഘട്ടവും കടന്നു നിന്നുകൊണ്ട് ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രതിരോധ സംവിധാനങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ നിരവധി മിസൈലുകളുടെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ അഗ്നി സീരീസ് മിസൈലുകളുടെ എല്ലാം പരീക്ഷണം നമ്മൾ നിരന്തരമായി നടത്തുന്നുണ്ട്. അതെല്ലാം കൂടാതെ ഭാർഗവാസ്ത്ര പോലുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് വരെ വിക്ഷേപിക്കുക, അതായത് തണുത്തുറഞ്ഞിരിക്കുന്ന മഞ്ഞുപാളികൾക്കിടയിൽ നിന്നും കുതിച്ചുയരുന്ന മിസൈലുകൾ ഇന്ത്യ നിർമ്മിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത്. അപ്പോൾ ലഡാക്ക് പോലുള്ള റീജിയനുകളിൽ വേണമെങ്കിൽ നമുക്ക് സിയാച്ചിനിൽ നിന്ന് പോലും തൊടുക്കാൻ കഴിയുന്ന മിസൈലുകളുണ്ട് എന്നുള്ളത് ഇന്ത്യയുടെ വലിയ കരുത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഏകീകൃതമാക്കിക്കൊണ്ട് ഇല്ലെങ്കിൽ ഒന്നിപ്പിച്ചുകൊണ്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് ഒരു സംവിധാനം വരുന്നത്. അപ്പോൾ ശത്രുക്കളുടെ ഏത് നീക്കത്തെയും തകർക്കാൻ കഴിയും. നമുക്ക് 360 ഡിഗ്രിയിൽ ഡ്രോണുകളെ അടക്കം പ്രതിരോധിക്കാൻ കഴിയുന്ന D4 എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഇത് കൂടാതെ ഇന്ത്യ ഇപ്പോൾ ഏറ്റവും നൂതനമായിട്ട് ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമുദ്രമേഖല കൂടിയാണ് ലക്ഷ്യം വയ്ക്കുന്നത് എന്നുള്ളത്. അതിനു മുമ്പ് നമുക്കിപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രതിരോധ സംവിധാനം ഉള്ളതെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറൻ മേഖല, പടിഞ്ഞാറൻ അതിർത്തി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ വരുന്ന അതിർത്തി മേഖല, കശ്മീർ മുതൽ ഇനി ഗുജറാത്ത് വരെ കിടക്കുന്ന ആ നീണ്ടു കിടക്കുന്ന പടിഞ്ഞാറൻ മേഖലയുണ്ടല്ലോ, ആ മേഖലയിലാണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതലും ഉള്ളത്. പിന്നെ ഉള്ളത് കിഴക്കൻ മേഖലയിലാണ്. ചൈനയെ പ്രതിരോധിക്കുക, മ്യാൻമാറിൽ നിന്ന് എന്തെങ്കിലും ഭീഷണികൾ, തീവ്രവാദ ഭീഷണി ഉണ്ടായാൽ അതിനെ തകർക്കാനുള്ള സംവിധാനങ്ങൾ, പിന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഭാവിയിൽ അല്ലെങ്കിൽ ഇപ്പോൾ മുതൽ ഈ വർത്തമാന കാലം മുതൽ അങ്ങോട്ടാണ് ബംഗ്ലാദേശിൻ്റെ ഭീഷണിയുള്ളത്. മുമ്പ് ഭീഷണി ഇല്ലായിരുന്നു. അപ്പോൾ ആ ഭീഷണിയെ കൂടി പ്രതിരോധിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇന്ത്യ അവിടെയൊക്കെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ സൗത്തിൽ നമ്മുടെ സദേൺ മേഖലകളിൽ ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ട് എങ്കിലും അതൊരു സമ്പൂർണ്ണമായിട്ടുള്ള പൂർണ്ണമായ ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സംവിധാനമല്ല എന്നുള്ളതാണ്. അത് ഇങ്ങനെ പൂർണ്ണമായിട്ടും സുരക്ഷ ഒരുക്കാൻ കഴിയുമോ എന്നുള്ളത്. ഇപ്പോൾ ഇന്ത്യയുടെ ഈ പറയുന്ന തെക്കൻ സംസ്ഥാനങ്ങളുടെ നഗരങ്ങളിൽ എവിടെയെങ്കിലും ഒരു ആക്രമണം നടത്തിയാൽ അതേസമയം അതിനെ പ്രതിരോധിക്കാൻ കഴിയുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കഴിയില്ലായിരിക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ പൂർണ്ണമായിട്ടും. ചിലപ്പോൾ ചില നഗരങ്ങളൊക്കെ സുരക്ഷിതമാക്കിയിട്ടുണ്ടാവാം. നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ ഹൈദരാബാദ് പോലെ ഇല്ലെങ്കിൽ ബാംഗ്ലൂർ പോലെയൊക്കെയുള്ള വ്യോമാക്രമണം നടത്തിയാൽ പ്രതിരോധിക്കാനുള്ള കരുത്ത് അവിടെയൊക്കെ നേടിയിട്ടുണ്ടാകാം. പക്ഷേ നമ്മളുടെ പൂർണ്ണമായിട്ടും രാജ്യം സുരക്ഷിതമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ലക്ഷ്യമാണ് 2035 കൂടി സാക്ഷാത്കരിക്കാൻ വേണ്ടി ഇന്ത്യ നീങ്ങുന്നത്. അതാണ് സുദർശന ചക്രയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ സമുദ്രമേഖല കൂടി, അത് രാജ്യത്തിന് പൂർണ്ണമായിട്ട് ഒരു കവചം, സംരക്ഷണ ഭിത്തിയൊരുക്കുകയാണ്. അത് മുകളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു ഡോം കൊണ്ട്, നമ്മുടെ അയൺ ഡോം എന്ന് വിളിക്കുമല്ലോ, അതുപോലെ ഒരു ഡോം കൊണ്ട് കവർ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് സുരക്ഷിതമാക്കുക, സമ്പൂർണ്ണ സുരക്ഷ ഒരുക്കുക രാജ്യത്ത് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു ചോദ്യം വരും, കടലിൽ നിന്നൊരു ആക്രമണം ഉണ്ടായാലും? കടലിൽ നിന്ന് ആക്രമണം ഉണ്ടായാലും പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനത്തെയാണ് നമ്മൾ സുദർശന ചക്രയിലൂടെ ഒരുക്കുന്നത്. അപ്പോൾ കടലിനടിയിൽ നിന്ന് വന്നാലോ? നമുക്കറിയാലോ നമ്മളുടെ ബ്രഹ്മോസ് എവിടെ നിന്നാണ് വിക്ഷേപിക്കുന്നത്? കടലിനടിയിലുള്ള അന്തർവാഹിനിയിൽ നിന്ന് വരെ വിക്ഷേപിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ കടലിനടിയിലൂടെ സമുദ്ര തീരത്തേക്ക് വരുന്ന ഒരു ആക്രമണത്തെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? അതിനും സംവിധാനം ഒരുക്കും. അങ്ങനെയാണ് ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഉണ്ടാകുന്നത്. ആളില്ല അന്തർവാഹിനികൾ, ആളില്ല കപ്പലുകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഭാവിയിൽ ഉണ്ടാകും. കാരണം ആളിനെ ഇരുത്തി ആൾനാശം ഉണ്ടാക്കുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളത് ലോകരാജ്യങ്ങൾക്ക് യുദ്ധതന്ത്രത്തിൽ ഇപ്പോൾ തന്നെ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. നേരിട്ടുള്ള ആക്രമണങ്ങൾ എവിടെയാണ് നടക്കുന്നത്? ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രയേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടി. അവരുടെ സൈനികർ തമ്മിൽ ഏറ്റുമുട്ടിയിട്ടില്ല, അവരുടെ സൈന്യങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടിയത്. സൈന്യങ്ങൾ തമ്മിൽ എങ്ങനെ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചാണ് ഏറ്റുമുട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആക്രമണമാണ് നടത്തിയത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ആദ്യമൊക്കെ നമുക്കറിയാം ചാവേറുകളെയും ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ഈ പറയുന്ന കൂലിപ്പട്ടാളത്തേക്ക് ഉപയോഗിക്കുക, അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? സ്പൈഡർ വെബിൽ അവർ ചെയ്ത ബുദ്ധിപൂർവമായ നീക്കമാണ്. അതേമാതിരിയുള്ള നീക്കങ്ങളാണ്
നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡ്രോണുകൾ ഉപയോഗിച്ചും മിസൈലുകൾ ഉപയോഗിച്ചുമുള്ള ആക്രമണം. ആ ആക്രമണത്തിനാണ് അവർ തുടക്കം കുറിക്കുന്നത് എല്ലാ രാജ്യങ്ങളും. അപ്പം നമ്മൾ അങ്ങനെ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. ആളില്ല അന്തർവാഹിനികൾ ഉണ്ടാക്കുന്നു, ചെറു അന്തർവാഹിനികളാണ് ഇന്ത്യയുടെ കയ്യിലും ഇന്ത്യയും ഉണ്ടാക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്, ഉണ്ടായിരിക്കാം. അമേരിക്കയുടെ കയ്യിൽ ആളില്ല യുദ്ധക്കപ്പലുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ആളില്ലാതെ ഓടിച്ചു വരുന്ന ഒരു യുദ്ധക്കപ്പൽ, അതിൽ നിന്ന് തുരുതുര വെടിവെക്കാൻ കഴിയും, മിസൈലുകൾ അയക്കാൻ കഴിയും, വലിയ ആക്രമണങ്ങൾ നടത്താൻ കഴിയും. വേണമെങ്കിൽ സൂയിസൈഡൽ ബോട്ടുകൾ വരെ, അതിവേഗത്തിൽ പാഞ്ഞു വന്ന് പൊട്ടിത്തെറിക്കുന്ന ബോട്ടുകൾ വരെ ഈ പറയുന്ന വിദേശ രാജ്യങ്ങൾ, അമേരിക്ക അടക്കമുള്ളവർ വികസിപ്പിച്ചിട്ടുണ്ടെന്ന്. അമേരിക്കയുടെ കയ്യിൽ വലിയ ഷിപ്പ് ഉണ്ടെന്നാണ് പറയുന്നത്. ഒരാൾ പോലും ഇല്ലാത്ത യുദ്ധക്കപ്പൽ അതിങ്ങനെ സമുദ്രത്തിലൂടെ നീങ്ങി ഒഴുകി നടക്കും. അത് ആക്രമണം നടത്തേണ്ടടുത്ത് ആക്രമണം നടത്തും, നിരീക്ഷണം നടത്തേണ്ടടുത്ത് നിരീക്ഷണം നടത്തും, ആയുധങ്ങൾ നിക്ഷേപിക്കേണ്ടടുത്ത് നിക്ഷേപിക്കും, വിക്ഷേപിക്കേണ്ടടുത്ത് വിക്ഷേപിക്കും. അതായത് മൈനുകൾ വരെ കടലിൽ വിക്ഷേപിച്ച് പോകാൻ കഴിയുന്ന രീതിയിലുള്ള വമ്പൻ ആയുധങ്ങൾ, വമ്പൻ സംവിധാനങ്ങൾ അമേരിക്കയുടെ കയ്യിലുണ്ട്. നമുക്കറിയാം B-2 ബോംബർ എന്ന് പറയുന്നത് ഇറാഖ് യുദ്ധകാലത്താണ് നമ്മൾ പുറത്ത് കാണുന്നത്. അതുവരെയും നമ്മൾ അങ്ങനെ ഒരു ബോംബറിനെ പറ്റിയിട്ട് കണ്ടിട്ട് പോലുമില്ല, വിചാരിച്ചിട്ട് പോലുമില്ല. കാരണം അതൊക്കെ പറന്ന് നടക്കുന്നുണ്ടായിരിക്കും ആകാശത്ത്. നമ്മുടെ കയ്യിൽ നിന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ പോലും ലോകത്ത് ആരുടെ കയ്യിലും ഇല്ലാത്തത് കൊണ്ട് അറിഞ്ഞില്ല. ഈ പറയുന്ന ഇറാഖിൽ ബോംബിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇന്ന വിമാനത്തിൽ നിന്നാണ് എന്നുള്ളത് വെളിയിലേക്ക് വന്നത്. അവരെന്നെ വെളിവിടാൻ സമയമായി എന്നുള്ള ഘട്ടത്തിലാണ് വെളിയിൽ വിട്ടത്, അല്ലെങ്കിൽ അതൊരിക്കലും വെളിവിടുന്നതല്ല. അപ്പോൾ അങ്ങനെ പുറത്തു വരാത്ത എത്രയെത്ര ആയുധങ്ങൾ അമേരിക്കയുടെ കയ്യിലും ചൈനയുടെ കയ്യിലും റഷ്യയുടെ കയ്യിലും ഉണ്ടായിരിക്കും, ഇന്ത്യയുടെ കയ്യിലും സ്വാഭാവികമായിട്ടുണ്ടായിരിക്കും. ഇന്ത്യ അതിനെ എല്ലാം വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സമ്പൂർണവും ഏകീകൃതവുമായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനത്തെ ഒരുക്കുക എന്നുള്ള നിർണായകമായ ഉത്തരവാദിത്തമാണ് ഇന്ത്യ ഏറ്റെടുക്കുന്നത്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദീർഘകാലത്തിലുള്ള രാജ്യത്തിൻ്റെ വളർച്ചയെ കൂടി, പൊതുവിലുള്ള എല്ലാത്തിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരു വളർച്ചയെ കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഒരു പ്രതിരോധ സംവിധാനം വീക്കായിട്ടുള്ള, ഇല്ലെങ്കിൽ സുശക്തമായ ഒരു പ്രതിരോധ സംവിധാനം ഇല്ലാത്ത രാജ്യം എങ്ങനെയാണ് പൂർണ്ണ വളർച്ച കൈവരിക്കുക എന്ന് പറയുന്ന ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യക്ക് ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമുണ്ട്, പ്രതിരോധ നിക്ഷേപമുണ്ട്, പ്രതിരോധ കച്ചവടമുണ്ട്, പ്രതിരോധ ആയുധങ്ങളുടെയൊക്കെ കച്ചവടമുണ്ട്. അപ്പോൾ രാജ്യം പൂർണ്ണമായിട്ടും 2047 ഒരു വികസിത രാജ്യമാകുന്നു. വൈവിധ്യമാർന്ന സാമ്പത്തിക രംഗങ്ങളുള്ള ഇന്ത്യക്ക് വൈവിധ്യമായ വളർച്ച ഉണ്ടാക്കാൻ കഴിയുമെന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു പൂർണ്ണ വികസിതമായ ഒരു രാജ്യം വരുമ്പോൾ ആ സാമ്പത്തികമായി, ഇപ്പോൾ സിംഗപ്പൂർ സാമ്പത്തികമായി ഉയർന്ന രാജ്യമാണ്, വളരെ മികച്ച ശേഷിയുള്ള രാജ്യമാണ് സിംഗപ്പൂരും മലേഷ്യയും ഒക്കെ. പക്ഷേ പ്രതിരോധ സംവിധാനത്തിലൊക്കെ എവിടെ നിൽക്കുന്നു? ഡിഫൻസ് ഉണ്ടോ അവർക്ക്? നല്ല ഡിഫൻസ് ഇല്ല. ഇന്ത്യയുടെ ആയുധങ്ങൾ ചോദിക്കുന്ന രാജ്യമാണ് ഇവരെല്ലാം. അപ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾ ചോദിക്കണമെങ്കിൽ അവർ വളർന്നിട്ടില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല. സിംഗപ്പൂരോ മലേഷ്യയോ ഒക്കെ പോലെ ഇന്ത്യ നാളെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ശക്തിയായിട്ട് മാറുമ്പോൾ ഇന്ത്യ സ്വാഭാവികമായിട്ടും കട്ട് ചെയ്തോണേ ഏട്ടാ അവിടെ. സിംഗപ്പൂരും മലേഷ്യയൊക്കെ പോലെ ഇന്ത്യ ഒരു വലിയ സാമ്പത്തിക ശക്തിയായി മാറുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനവും അതിനൊത്ത് ഉയർന്നു നിൽക്കുന്നതായിരിക്കും. അമേരിക്ക ഇപ്പോൾ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അമേരിക്കയാണെന്നാണ് പറയുന്നത്. പക്ഷേ മുട്ടത്തോട് പോലെ ഉള്ളിലൊന്നുമില്ലാത്ത ഒരു രാജ്യമാണ് അതെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അവരുടെ ഈ പറയുന്ന കടമെടുപ്പിൻ്റെ ശേഷിയൊക്കെ തകർന്ന് അടിഞ്ഞിരിക്കുകയാണ്. അവരുടെ കടം വീട്ടാനുള്ള ശേഷി പോലും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡോളർ പോലും പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു രാജ്യത്ത് ഡിഫൻസ് മാത്രമാണ് ഇപ്പോൾ കയ്യിലുള്ളത്. ശക്തമായ സൈന്യവും ആയുധങ്ങളും ഉണ്ട് ടെക്നോളജിയുടെ പിൻബലത്തിൽ. ഈ ടെക്നോളജിയുടെയൊക്കെ വളർച്ച ഇന്ത്യയിൽ അതിവേഗത്തിൽ കൈവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യക്ക് എന്തുകൊണ്ടാണ് ലോകത്തിലെ നമ്പർ 1 ശക്തിയാകാൻ കഴിയാതിരിക്കുക? ഇന്ത്യ വിചാരിച്ചാൽ പോലും, ഇന്ത്യ ഇപ്പോൾ വിചാരിക്കുക വേണ്ട എനിക്ക് ലോകത്തിലെ നമ്പർ 1 ശക്തി ആകണ്ട എന്ന് വിചാരിച്ചാൽ പോലും ആകാതിരിക്കാൻ കഴിയില്ല, ആയിരിക്കും. അങ്ങനെയാണ് ഇന്ത്യയുടെ വളർച്ച മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, സാമ്പത്തികമായി, ടെക്നോളജിയുടെ കാര്യത്തിൽ, സൈനികമായി എല്ലാം. അപ്പോൾ ഇങ്ങനെ വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ അയൽപക്കത്ത് കിടക്കുന്ന രാജ്യങ്ങളെല്ലാം വിറച്ചുകൊണ്ടിരിക്കും. അത് ചൈനയായാലും പാകിസ്ഥാനും. അതുകൊണ്ടാണ് അഗ്നി 5-ൻ്റെയൊക്കെ വികസനം അല്ലെങ്കിൽ അതിൻ്റെ പരീക്ഷണം വലിയ രീതിയിൽ വിജയിക്കുമ്പോൾ ഇവർക്കെല്ലാം ഉത്കണ്ഠം കൊള്ളുന്നത്. കാരണം ഇന്ത്യയെ അവർ ഭയക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.